ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഈ വീഡിയോയിലോട്ട് സ്വാഗതം. അതുപോലെ തന്നെ നിങ്ങളുടെ ഇന്നത്തെ ദിവസം നല്ലതായിരിക്കട്ടെ എന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ വീഡിയോ തുടങ്ങാം. ഇന്നത്തെ വീഡിയോ നമ്മൾ സൗന്ദര്യത്തെക്കുറിച്ചാണ്. പക്ഷേ സൗന്ദര്യം എല്ലാവർക്കും ഇഷ്ടമാണ്. എന്നാലും മൊത്തത്തിൽ നമ്മൾ അടിപൊളി മേക്കപ്പ് അത് ഇതും ഇട്ട് നമ്മൾ സൗന്ദര്യം വരുത്തുന്നതിനേക്കാളും ആദ്യം ഫസ്റ്റ് സ്റ്റെപ്പ് നിങ്ങൾ അറിഞ്ഞിരിക്കുക. എന്നോട് ചോദിച്ച ഒരുപാട് പേരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരമാണ് കേട്ടോ. പേഴ്സണലായിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ സൗന്ദര്യം എന്ന് പറയുന്നത് ആദ്യം ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മളുടെ മുഖം തന്നെയാണ് എല്ലാവരും ശ്രദ്ധിക്കുന്നത്, അല്ലേ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പല മെത്തേഡുകളും ചെയ്യാറുണ്ട്. അപ്പം ഞാൻ പറയുന്ന ഈ കാര്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. തീർച്ചയായിട്ടും നിങ്ങളുടെ ഉള്ള സൗന്ദര്യം കൂടുകയേ ഉള്ളൂ. പിന്നെ അറിയാത്തവർക്ക് ഇത് നല്ലൊരു വീഡിയോ ആയിരിക്കും. അപ്പോൾ ഇപ്പോൾ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, മറ്റുള്ളവർക്കൊക്കെ പറഞ്ഞു കൊടുക്കുക. കുട്ടികളുണ്ടെങ്കിൽ അവർക്കൊക്കെ നിങ്ങൾ ഇത് ഫോളോ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത് സത്യസന്ധമായിട്ടുള്ള കാര്യമാണ്, നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങളുടെ ചർമ്മത്തിൻ്റെ പ്രത്യേകതകൾ മനസ്സിലാക്കി കൃത്യമായ ശുപാർശകൾ നൽകാൻ നല്ല ബ്യൂട്ടീഷ്യനെയോ അല്ലെങ്കിൽ ഈ സക്സസ് ആയിട്ടുള്ളവരുടെ അടുത്താണ് ചോദിക്കേണ്ടത് കേട്ടോ. അപ്പോൾ അങ്ങനെ നിങ്ങൾ ഈ സൗന്ദര്യത്തെക്കുറിച്ച് കൂടുതൽ അറിയാൻ പറ്റും. അപ്പോൾ മികച്ച ഫലങ്ങൾക്കായി നിങ്ങളുടെ മുഖം വൃത്തിയാക്കാനും പരിപാലിക്കാനും നിർദ്ദേശിക്കുന്ന ഒരു ദിനചര്യ ഞാൻ പറഞ്ഞു തരാം. ഇത് കുറച്ച് കാര്യങ്ങൾ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ പഠിച്ചതാണ് കേട്ടോ. പഠിച്ചത് പറഞ്ഞാൽ സക്സസ് ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ്. സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. രാവിലെയുള്ള ദിനചര്യയാണ് കേട്ടോ. ഇന്നിപ്പോൾ മുഖമൊക്കെ എണീറ്റ് പല്ല് തേച്ച് മുഖം കഴുകുന്നവർക്ക് രാവിലെയുള്ള ദിനചര്യയാണ് ക്ലൻസർ കേട്ടോ. ക്ലൻസർ എന്ന് പറയുമ്പോൾ ചർമ്മത്തിന് അനുയോജ്യമായ മൃദുവായ മൈൽഡ് ക്ലൻസർ ഉപയോഗിച്ച് കഴുകുക. ക്ലൻസർ എന്ന് പറയുമ്പോൾ ഏത് നിങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടോ, നിങ്ങളുടെ കയ്യിലുള്ള. ഇതിപ്പോൾ ലാസ്റ്റ് ഞാൻ നല്ല ഒരു ഇത് പറഞ്ഞു തരാം. അപ്പോൾ ക്ലൻസർ മൈൽഡായിട്ടുള്ളത് ഉപയോഗിക്കുക. ഫസ്റ്റ് ക്ലൻസർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്ത് തരത്തിലുള്ള ക്ലൻസർ ആയാലും സോപ്പിട്ട് വേണമെങ്കിലും കഴുകാം, അല്ലെങ്കിൽ ഫേസ് വാഷ് ഇട്ട് കഴുകാം. അങ്ങനെ മൈൽഡായിട്ടുള്ള ക്ലെൻസർ ഉപയോഗിച്ചിട്ട് നിങ്ങൾ എന്ത് വേണമെങ്കിലും കഴുകാം കേട്ടോ. പിന്നെ രണ്ടാമത്തത് വിറ്റാമിൻ സി സെറമാണ്. മുഖത്തിന് തിളക്കം നൽകാനും കരിവാളിപ്പ് മാറ്റാനും വിറ്റാമിൻ സി സെറം പുരട്ടുക. മനസ്സിലായില്ലേ? അപ്പോൾ ഇതൊന്ന് എടുത്തെടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വീഡിയോ നീണ്ടുപോകും. അപ്പോൾ ലാസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം. മൂന്നാമത്തെ കാര്യം മോയ്സ്ചറൈസർ. മനസ്സിലായില്ലേ? നമ്മളുടെ എണ്ണമയം നിലനിർത്തുന്നതാണ് തൊലിയുടെ. വരണ്ട തൊലിയല്ലാതെ ഒരു മൈൽഡായിട്ടുള്ള മോയ്സ്ചറൈസറാണ് നമ്മളുടെ ചർമ്മത്തിന് വേണ്ടത്. കൂടുതൽ പേർക്ക് അതുണ്ടായില്ല. എൻ്റെതൊരു ഓയിലി ആയിട്ടുള്ള ഇതാണ് കേട്ടോ. അങ്ങനെയുള്ളവർക്ക് ഏജ് ആകില്ല, അങ്ങനെ പറയും കേട്ടോ. അപ്പോൾ അതിന് നമ്മൾ ചില ടിപ്പുകളൊക്കെ ചെയ്യാനും ഉണ്ട്. കുറേ കാലം നിലനിൽക്കും. ഏജ് ആയിക്കഴിഞ്ഞാൽ ഈ മോയ്സ്ചറൈസ് കുറച്ച് പോകും. അപ്പോൾ കുറച്ച് ടിപ്പുകളിലൂടെയൊക്കെ നമുക്ക് നിലനിർത്തി പോകാം. അപ്പോൾ മോയ്സ്ചറൈസർ ചർമ്മത്തിലെ ജലാംശം നിലനിർത്താൻ ഹൈലൂറോണിക് ആസിഡ് അതുപോലെ അടങ്ങിയ മോയ്സ്ചറൈസർ ഉപയോഗിക്കുക. മോയ്സ്ചറൈസറൊക്കെ നിങ്ങൾ വാങ്ങുകയാണെങ്കിൽ അങ്ങനെ ഹൈലൂറോണിക് ആസിഡ് എന്ന് പറയുന്ന മോയ്സ്ചറൈസർ നോക്കി വാങ്ങുക. അതിൽ ഈ ജലാംശമൊക്കെ നിലനിർത്തും കേട്ടോ. നാലാമത്തത് സൺസ്ക്രീൻ പുറത്തിറങ്ങുന്നതിന് മുമ്പ് 20 മിനിറ്റ് മുമ്പ്, പുറത്തിറങ്ങുന്നതിന് നമ്മൾ കുറച്ച് മുമ്പ് നിർബന്ധമായിട്ടും സൺസ്ക്രീൻ SPF 30 ഉപയോഗിക്കുക. അല്ലെങ്കിൽ അതിൽ കൂടുതൽ പുരട്ടുക. മനസ്സിലായില്ലേ? സാധാരണ ഒരു ക്വാണ്ടിറ്റിയാണ് 30 എന്ന് പറയുന്നത്. അത് നിങ്ങൾക്ക് യൂസ് ചെയ്യുമ്പോൾ അറിയാൻ പറ്റും. പിന്നെ ഇതാണ് പകൽ നമ്മൾ ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ അങ്ങനെ പകൽ ചെയ്യാൻ ഈ 4 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തന്നില്ലേ, അതിന് ഒറ്റൊരു സൊല്യൂഷനാണ് ഈ ഒരു സോപ്പ്. എൻ്റെ കയ്യിലിരിക്കുന്ന ഈ മൈൽഡായിട്ടുള്ള സോപ്പ്. ഇത് നിങ്ങൾ വിചാരിക്കരുത് ഞാനിത് വിൽക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടൊന്നുമല്ല. ഈ 4 സ്റ്റെപ്പ് ഞാൻ പറഞ്ഞില്ലേ, അതിൽ ഈ കംപ്ലീറ്റ് അടങ്ങിയിട്ടുണ്ട്. ഈ ഒരൊറ്റ സോപ്പിൽ നിങ്ങൾ ഓരോന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ക്ലെൻസർ, മോയ്സ്ചറൈസിങ് എല്ലാം ഇതിൽ അടങ്ങിയിട്ടുണ്ട്. സൺസ്ക്രീൻ വരെ ഇത് പ്രൊട്ടക്ഷൻ നൽകും. പിന്നെ കാശുള്ളവരൊക്കെ ഓരോന്നൊക്കെ വാങ്ങിക്കുക. അതൊന്നും എനിക്ക് വിരോധമില്ല. പക്ഷേ ഇത് കാശുള്ളവരും ഇല്ലാത്തവർക്കും എല്ലാം അടങ്ങിയിട്ടുള്ള ഒരൊറ്റ സോപ്പാണ്. ഏത് വലിയവർക്കും ചെറിയ കുട്ടികൾക്കും യൂസ് ചെയ്യാം കേട്ടോ. ജനിച്ച കുട്ടികൾക്ക് വരെ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ പകലുള്ളത് ഞാൻ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് രാത്രിയിലുള്ള ദിനചര്യയാണ്. മേക്കപ്പൊക്കെ ഇടുന്നവർ മേക്കപ്പ് റിമൂവ് ചെയ്യുക. മനസ്സിലായില്ലേ? റിമൂവ് ചെയ്യുക പറഞ്ഞാൽ നമ്മളുടെ മുഖത്തെ അഴുക്കും
ഇത് പൊടിയൊക്കെ ഉണ്ടാവില്ലേ. അപ്പോൾ അത് കാരണം എന്ത് നിങ്ങൾ തല കുത്തി മറിഞ്ഞാലും മുഖം കഴുകിയിട്ട് വേണം നിങ്ങൾ പോയി കിടക്കാനായിട്ട്. അതിനും ഇത് യൂസ് ചെയ്യുക കേട്ടോ, മനസ്സിലായില്ലേ? അപ്പോൾ പിന്നെ അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇതിൽ തന്നെ മോയ്സ്ചറൈസർ ഉണ്ട്, അല്ലെങ്കിൽ നൈറ്റ് ക്രീം പുരട്ടുക. അതാണ് ഞാൻ പറയുന്നത്. ഈ ഞാൻ പറഞ്ഞു വരുന്ന എല്ലാ ഇതിനും ഈ ഒരൊറ്റ സോപ്പ് മതി. വാങ്ങിച്ചവർക്ക് അറിയാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇത് നൈറ്റ് ക്രീം അല്ലെങ്കിൽ സെറം കേട്ടോ, പറഞ്ഞു തരാം. ഇത് ഈ സോപ്പൊന്ന് വാങ്ങാൻ പറ്റുന്നവർ ഇതുപോലെ ഫോളോ ചെയ്യുക കേട്ടോ. അപ്പോൾ നൈറ്റ് ക്രീം അല്ലെങ്കിൽ സെറം ചർമ്മത്തിൻ്റെ പ്രശ്നങ്ങൾക്ക് അനുസരിച്ച്, ഉദാഹരണത്തിന് മോക്കുരുവിന് റെറ്റിനോൾ, അല്ലെങ്കിൽ കറുത്ത പാടുകൾക്ക് ഈ ഓരോ ഓയിൽമെൻറ്റുള്ള ഇതുണ്ടല്ലോ സെറം, നിയാസിനാമൈഡ്, അങ്ങനെ സെറം ഉപയോഗിക്കുക. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെയുള്ള സെറങ്ങളൊക്കെ ഉണ്ട്. ഞാൻ പറയുന്നത് അതിനൊക്കെ എല്ലാം കൂടി ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഓരോ വീഡിയോ ഇട്ടിട്ടുണ്ട്. ലോകത്ത് എവിടെ പോയാലും ഈ ഒരൊറ്റ സോപ്പ് മതി എന്നാണ് ഞാൻ പറയും. ഈ ഒരൊറ്റ സോപ്പിലാണ് ഞാൻ കുറേ വർഷങ്ങളായിട്ട് കേട്ടോ, ഏജ് ആകുന്നതിന് മുമ്പും അത് കഴിഞ്ഞിട്ടും ഈ ഒരൊറ്റ, നിങ്ങളോട് സത്യസന്ധമായി പറയുന്നതാണ്, ഞാൻ വേറെ ഒരു സെറമോ ഒന്നുമേ ഉപയോഗിക്കാറില്ല. ഈ ഒരൊറ്റ സോപ്പ് തന്നെയാണ്. പുറത്തെവിടെയെങ്കിലും പോകുമ്പോൾ വേണമെങ്കിൽ ഞാൻ എന്തെങ്കിലും ഒരു ക്രീം ഇടുക, അങ്ങനെ ഉള്ളൂ, അല്ലെങ്കിൽ പൗഡറേ ഞാൻ ഇടാറുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ നൈറ്റ് ക്രീം ചെയ്യുക. പ്രധാനപ്പെട്ട മറ്റു കാര്യങ്ങൾ, മുഖം കഴുകുമ്പോൾ ചൂടുവെള്ളം ഉപയോഗിക്കരുത്. അത് ചിലവർക്ക്, കൂടുതൽ പേർക്ക് അലർജിയാണെന്നാണ് തോന്നുന്നത്. പനിയൊക്കെ ഉണ്ടെങ്കിൽ ചൂടുവെള്ളത്തിൽ മുഖം കഴുകുക, അല്ലാന്നുണ്ടെങ്കിൽ മുഖം കഴുകുമ്പോൾ ചൂടുവെള്ളം ഉപയോഗിക്കരുത്. അതായത് തണുത്തതോ ഇളം ചൂടുവെള്ളം, കൈ ഇങ്ങനെ കുട്ടികൾക്ക് കുറുക്കൊക്കെ ഉണ്ടാക്കില്ലേ, ആ ഒരു രീതിയിലുള്ള വെള്ളം ഉപയോഗിക്കുക. അതുപോലെ മുഖം തുടയ്ക്കാനായിട്ട് ടവൽ ഉപയോഗിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന എന്തായി കഴിഞ്ഞാലും, എൻ്റെ സക്സസ് ആണ് കേട്ടോ, ഞാൻ ഇതിന് വേണ്ടിയിട്ട് പ്രത്യേക സാധനങ്ങളൊന്നും വാങ്ങിച്ച് വയ്ക്കാറില്ല. എൻ്റെ കയ്യിലുള്ള തോർത്ത് ഒപ്പി എടുക്കും കേട്ടോ. ഞാൻ പല വീഡിയോയിലും പറയുന്നതാണ്, മുഖം തുടയ്ക്കാൻ മൃദുവായ ടവൽ മാത്രം ഉപയോഗിക്കുക. പിന്നെ അടുത്തൊരു പോയിൻ്റ്, നിങ്ങളുടെ ചർമ്മത്തിന് അനുയോജ്യമായ പ്രൊഡക്റ്റുകൾ ഏതൊക്കെയാണെന്ന് അറിയാൻ നിങ്ങൾ എന്ത് ചെയ്യണം, പല സെർച്ച് ചെയ്തിട്ടുള്ള കാര്യങ്ങളോ, അല്ലെങ്കിൽ നല്ല ബ്യൂട്ടീഷ്യനോ, അല്ലെങ്കിൽ അറിവുള്ളവരൊക്കെ ഉണ്ടാവുമല്ലോ, ബ്യൂട്ടീഷ്യന്മാർ, ഡെർമറ്റോളജിസ്റ്റ്, അങ്ങനെയുള്ളവരെ വേണം കൺസൾട്ട് ചെയ്യാൻ. നിങ്ങൾക്ക് തോന്നുമല്ലോ ഇവർ നല്ലവരാണ് അങ്ങനെയുള്ളവരാണ് നിങ്ങൾ കൺസൾട്ട് ചെയ്യേണ്ടത് കേട്ടോ. അല്ലെങ്കിൽ ഡോക്ടറെയോ എന്തെങ്കിലുമൊക്കെ പോയി കാണുക. അല്ലാതെ മറ്റുള്ളവർ ഉപയോഗിച്ചു പറഞ്ഞിട്ട് നിങ്ങൾ പോയി ഒരിക്കലും ഉപയോഗിക്കരുത്. ഒരുപാട് പേര് ഈ പറഞ്ഞതെല്ലാം എൻ്റെ അടുത്ത് ഓരോരോ ക്വസ്റ്റ്യൻ ചോദിച്ചതിൻ്റെ ഉത്തരവാണ്. എല്ലാവരും പേഴ്സണലായിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് യൂട്യൂബിൽ കൂടിയും നിങ്ങൾ കമൻ്റ് ഇടുക കേട്ടോ. പിന്നെ അതുപോലെ മുഖം വൃത്തിയാക്കുന്നതിനെക്കുറിച്ചും ഡബിൾ ക്ലൻസിങ്ങിനെ കുറിച്ചും കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. അതായത് മുഖം വൃത്തിയാക്കുന്നതിനെക്കുറിച്ചും ഡബിൾ ക്ലൻസിങ്ങിനെ കുറിച്ചും കൂടുതൽ അറിയാൻ നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ വീഡിയോ നീണ്ടു പോകുന്നില്ല. അപ്പോൾ എന്താണ്, ബെസ്റ്റ് സാധനമാണ് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ. എല്ലാ കാര്യങ്ങളും ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ക്ലൻസർ, അത് ഇത്, മനസ്സിലായില്ലേ? ബദാം ഓയിൽ തന്നെ ഒത്തിരി ഗുണങ്ങളുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഇതിലൊന്ന് സെപ്പറേറ്റ് സിറങ്ങളോ അല്ലെങ്കിൽ കാര്യങ്ങളോ ഒന്നും വാങ്ങിച്ചു വയ്ക്കേണ്ട ആവശ്യമില്ല. ഈ ഒരൊറ്റ സോപ്പ് മതി. എന്നിട്ട് നിങ്ങൾക്ക് കഴുകി കഴിഞ്ഞിട്ട് അറിയാം, മോയ്സ്ചറൈസർ വേണമെങ്കിലും ഇടാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ല പൗഡർ, മനസ്സിലായില്ലേ, നല്ല ക്വാളിറ്റിയുള്ള പൗഡറുകൾ കുറച്ച് എടുത്തിട്ട് കയ്യിലിങ്ങനെ ആക്കിയിട്ട് ഇട്ടിട്ട് ഒന്ന് തൂത്ത് കളഞ്ഞാൽ മതി കേട്ടോ. അത് മാത്രം മതി, നമുക്ക് നല്ല ഒന്ന് സെറ്റായിട്ടൊക്കെ ഇരിക്കും കേട്ടോ. ഇതിനു വേണ്ടി ഒരുപാട് കാശ് കളയേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ എൻ്റെ പ്രൊഡക്റ്റ് വാങ്ങാൻ വേണ്ടിയിട്ടൊന്നുമല്ല, വാങ്ങുന്നവരാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ വാങ്ങിച്ച് ഉപയോഗിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, ബൈ, ടാറ്റ. അപ്പോൾ എൻ്റെ അടുത്ത് പേഴ്സണലായിട്ട് ചോദിച്ചവർ ഉണ്ട്, എൻ്റെ സോപ്പ് വാങ്ങിച്ചിട്ട് കരിമംഗല്യം പെട്ടെന്ന് അങ്ങോട്ട് പോകുന്നില്ല എന്ന്. അതായത് കരിമംഗല്യം എന്ന് പറയുന്നത് ഒരുപാട് ടൈപ്പിലുണ്ട് കേട്ടോ. അപ്പോൾ ഒത്തിരി പേർക്ക് പെട്ടെന്ന് മാറി. അപ്പോൾ അത് കണ്ടിട്ട് അവർ പറഞ്ഞിട്ടൊക്കെ വാങ്ങിച്ചതായിരിക്കും. അപ്പോൾ മാറും, നിങ്ങൾ വിഷമിക്കണ്ട കേട്ടോ. കുറേ യൂസ് ചെയ്ത് കഴിയുമ്പോൾ മാറി വരും. ഒത്തിരി പേരിങ്ങനെ സമയം എടുത്തിട്ടാണെങ്കിൽ അത് ഫുൾ മാറിയിട്ടുള്ളവരുണ്ട്. വിഷമിക്കണ്ട, നിങ്ങളുടെ എല്ലാ ആൾക്കാരുടെയും കാര്യങ്ങൾ സക്സസ് ആകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും കമൻ്റ് ഇടുക. എനിക്ക് ഒരുപാട് കമൻറ്റ് വേണം. പേഴ്സണലായിട്ട് നിങ്ങൾ ചോദിച്ചോ, അത് കുഴപ്പമൊന്നുമില്ല. എന്തെങ്കിലും ഒരു എംബ്ലമെങ്കിലും നിങ്ങൾ കമൻ്റ് ഇടുക കേട്ടോ. അപ്പോൾ ഈ സാധനങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഓരോരോ എൻ്റെ അടുത്ത് കോംബോ പാക്കുകളാണ്. അത് പാക്ക് ഒരെണ്ണമായിട്ട് ചോദിക്കുമ്പോൾ ഈ പെട്രോൾ അടിച്ചിട്ട് ഞങ്ങൾ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാവും.
പിന്നെ ഈ പെട്രോൾ ചാർജ് അടിച്ചിട്ട് നമ്മൾ ഈ ഒരു സാധനത്തിന് 50 രൂപയുടെ ഒരു സാധനത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ 50 രൂപ കൊറിയർ ചാർജ് തരുമായിരിക്കും. ഇതിന് വേണ്ടി ഒരെണ്ണം പോകാൻ പറ്റില്ല. കഴിയുന്നതും 2-3 ഒരു 100 രൂപയ്ക്കുള്ള സാധനങ്ങളോ 200 രൂപയ്ക്കുള്ള സാധനങ്ങളോ വാങ്ങുക. പിന്നെ ഞാൻ ഒരു കാര്യം പറയാം, ഇതുപോലെ 50 രൂപയ്ക്ക് ഓരോ സാധനങ്ങൾ വേണ്ടവർക്ക് ഒരുപാട് പാക്കിംഗ് ഉള്ള സമയത്താണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം. നിങ്ങൾ ചോദിച്ചോളൂ. അപ്പോൾ ഞാൻ കുറിച്ച് വെച്ചിട്ട് ഇങ്ങനെ ഒത്തിരി പാക്കിംഗ് ആൾക്കാർ ഉണ്ടാകുന്ന സമയത്ത് ആ സമയത്ത് നിങ്ങൾക്ക് അയച്ചു തരാം കേട്ടോ. എന്തായാലും മടി കാണിക്കരുത്. നിങ്ങൾക്ക് എത്ര രൂപയ്ക്ക് വേണമെങ്കിലും ചോദിച്ചോളൂ, ഞാൻ മറുപടി തരാം. ഓക്കെ, ബൈ, ടാറ്റ.